ഞാൻ ഈ വർഷം ഏറ്റവും കൂടുതലും പ്രതീക്ഷിച്ചിരുന്ന സിനിമകളുടെ കൂട്ടത്തിലുള്ള ഒരു ഐറ്റമായിരുന്നു 28 Years Later. ഇതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, ഈ ഒരു ഫ്രാഞ്ചൈസിലെ തന്നെ പ്രീവിയസ് ഫിലിംസ് ആയിട്ടുള്ള 28 Days Laterഉം അതുപോലെ തന്നെ 28 Weeks Laterഉമാണ്. ഈ രണ്ട് സിനിമകളും ഒരു രക്ഷയില്ലാത്ത എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സോംബി കാറ്റഗറിയിൽ പെടുന്ന സിനിമകളാണ്. സോ ആ ഒരു ഫ്രാഞ്ചൈസിയിൽ നിന്ന് പുതിയൊരു സിനിമ വരുന്നു എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് വലുതാണ്. സോ എന്തൊക്കെയാണെങ്കിൽ ഈ ഒരു സിനിമ ഇന്ന് തിയേറ്ററിൽ പോയി കണ്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ചിത്രത്തിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു കിടിലം പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അറ്റ് ദ സെയിം ടൈം ഇതിൻ്റെ സ്റ്റോറി ലൈനും അതുപോലെ തന്നെ ഈ ഒരു സിനിമ കാണിച്ചു വെക്കുന്ന ചില മൊമെൻറ്റ്സ് ഒക്കെ അത്രയ്ക്ക് അങ്ങോട്ട് ദഹിക്കാതെ വന്നിട്ടുണ്ട്. അതായത് ചില ഹൈ മൊമെൻറ്റ്സും അതുപോലെ തന്നെ ചില ലോ മൊമെൻറ്റ്സും തന്ന ഒരു സിനിമയാണ് ഈ ഒരു 28 Years Later എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയുടെ സ്റ്റോറി ലൈൻ നടക്കുന്നത് ആ ഒരു വേൾഡിൽ, അതായത് നമ്മൾ മുൻപ് 2 സിനിമകളിനകത്തൂടെയും കണ്ടിട്ടുള്ള ആ ഒരു വേൾഡിൽ 28 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കഥയാണ്. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേനും എത്രത്തോളം ആളുകൾക്കിടയിൽ ഈ ഒരു സോംബി വൈറസ് വ്യാപിച്ചിട്ടുണ്ട്, സോംബി വൈറസ് ഏറ്റിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വൈറസ് മൂലം സോംബീസ് ആയിട്ട് മാറിയിട്ടുള്ള ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ എന്ത് സംഭവിച്ച്, അവർക്കൊക്കെ എന്ത് മ്യൂട്ടേഷനാണ് വന്നിട്ടുള്ളത്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സർവൈവ് ചെയ്തിട്ടുള്ള കുറേയധികം മനുഷ്യരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് സർവൈവ് ചെയ്ത് പോകുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് പോകുന്നത്. ആൻഡ് മൂവി അത്യാവശ്യം പേസ്ഡ് ആയിട്ടാണ് പോകുന്നത്. ആദ്യത്തെ ഒരു 30 minutes ഒരു രക്ഷയില്ലായിരുന്നു. ടെക്നിക്കലി ആയിക്കൊള്ളട്ടെ, വിഷ്വലി ആയിക്കൊള്ളട്ടെ, ആ ഒരു 30 minute സീക്വൻസസ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാണ്ട് ഗംഭീരമായിട്ട് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് വന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർസ്, ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ പീക്കായിരുന്നു. ആ ഒരു മൊമെൻറ്റിൽ തന്നെ നമുക്ക് സിനിമയോട് ഒരു ഹുക്ക് തോന്നും. പിന്നീട് അങ്ങോട്ട് സിനിമയുടെ ഗ്രാഫ് ആക്ച്വലി എനിക്ക് താഴുന്ന പോലെയാണ് ഫീൽ ചെയ്തത്. കാരണം ഒരു കിടിലൻ സ്റ്റാർട്ട് അങ്ങ് നമുക്ക് നൽകിയിട്ട് പിന്നെ സിനിമ ഒരു പോക്കാണ്. പക്ഷെ നമുക്ക് ചില മൊമെൻറ്റ്സ് ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. ടു ക്ലീഷേഡ് ആയിട്ടുള്ളൊരു സ്റ്റോറി ലൈനാണ് സിനിമ പറഞ്ഞു പോകുന്നത്. അതിൻ്റെ ക്ലൈമാക്സും അത്രയ്ക്ക് അങ്ങോട്ട് ദഹിക്കാത്തൊരു ഐറ്റമായിരുന്നു. പക്ഷേ ഇതിൻ്റെ സീക്വൽ മൂവീസ് ഇനി വരുന്നുണ്ട് എന്നറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു രീതിക്കാണ് ആക്ച്വലി ഇവർ ഈ ഒരു സിനിമ കൊണ്ട് അവസാനിപ്പിക്കുന്നത്. അപ്പം ഇവരെത്രത്തോളം ബെറ്ററായിട്ട് ഈ ഒരു ഫ്രാഞ്ചൈസിയെ കൊണ്ട് അവസാനിപ്പിക്കും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നല്ലൊരു ത്രെഡ് ഇവരുണ്ടാക്കി ഇട്ടിട്ടുണ്ട്. അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ ഒരു സിനിമയ്ക്കകത്ത് ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അതിനെ ഒന്ന് ഫോക്കസ് ചെയ്യാണ്ട് ഇവർ വേറൊരു തരത്തിലേക്ക് സിനിമയെ കൊണ്ടുപോയത് അത്ര ഒരു ഗുമ്മായിട്ട് തോന്നില്ല. കാരണം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളെ കാണിക്കാം എന്ന് ഇതിൻ്റെ ഡയറക്ടർ നമ്മുടെ മുന്നിലോട്ട് വെച്ചിട്ട് ഒരു ക്ലീഷേ സ്റ്റോറി ലൈനിലോട്ട് കയറി. അങ്ങനെയാണ് സംഭവിച്ചത്. ബട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ, ഇതിൻ്റെ ടെക്നിക്കൽ സൈഡൊക്കെ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു രക്ഷയില്ല. ഇതിലെ ചില കില്ലിംഗ് ഷോട്ട്സ് ഒക്കെ ഉണ്ട്. അതായത് ഈ സോംബീസിനെ കൊല്ലുന്ന ചില കില്ലിംഗ് ഷോട്ട്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വളരെ കിടുവായിരുന്നു. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ്, ഇതിൻ്റെ തുടക്കത്തിലൊരു സാധനം വരുന്നുണ്ട്. നമ്മൾ ട്രെയിലറിനകത്തൂടെയൊക്കെ കണ്ടിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ, വലിയൊരു പാട്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന കുറേ ട്രാൻസിഷൻസ്, അതായത് ഇപ്പോഴത്തെ ഈ ഒരു വേൾഡും പ്രീവിയസ് വേൾഡും ഈ സോംബീസിൻ്റെ ചില മൊമെൻറ്റ്സും ഹ്യൂമൻസിൻ്റെ ചില മൊമെൻറ്റ്സും ഒക്കെ കാണിച്ച് ഇങ്ങനെ ട്രാൻസിഷൻസ് പോലെ വരുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര കിടുവായിട്ട് തോന്നി. കാരണം നമ്മൾ ആസ് യൂഷ്വലി കണ്ടുവരുന്ന സോംബി മൂവീസിൽ നിന്ന് ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു രീതിക്കാണ് ഈ ഒരു പടം ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ ചില ട്രാൻസിഷൻസ് ഒക്കെ കാണുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ ഇവർ ഒരു റോ ആൻഡ് വയലൻ്റ് ആയിട്ടുള്ള രീതിക്കാണ് പടം എടുത്ത് വെച്ചിരിക്കുന്നത്. റോ ആൻഡ് വയലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സോംബീസിനെ കാണിക്കുന്ന മൊമെൻറ്റിൽ പോലും അതിൻ്റെ ബോഡിയിലുള്ള ഈച്ച് ആൻഡ് എവരി ഓർഗൻസിനെ വളരെ വ്യക്തമായിട്ട് കാണിക്കും. അപ്പം വളരെ വ്യക്തമായിട്ട് കാണിക്കും, വളരെ വയലൻ്റായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് അറപ്പുളവാക്കുന്ന കുറേ സംഭവങ്ങൾ നമുക്ക് സിനിമയ്ക്കകത്ത് കാണുവാൻ സാധിക്കും. സോ അത്യാവശ്യം വയലൻസ് ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു പടം കയറി പിടിക്കാവുള്ളൂ. അല്ലാണ്ട് കയറി തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പം നല്ല ബുദ്ധിമുട്ടുണ്ടാകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കുഴപ്പമില്ലാത്ത നല്ല പടം, അതാണ് 28 Years Later.